ഇന്ന് ജൂൺ 6 എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഒരുപാട് സിനിമകൾ ഇന്നേ ദിവസവും റിലീസായിരിക്കുന്നു. 9 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ലാൽ സലാം എന്ന കഴിഞ്ഞ വർഷത്തിലെ വലിയ ഡിസാസ്റ്ററായി മാറിയ രജനി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ തമിഴ് സിനിമ അങ്ങനെ ഇന്ന് OTT റിലീസായിരിക്കുകയാണ്. സൺനെസ്റ്റിലൂടെയാണ് സിനിമയുടെ എക്സ്റ്റൻഡഡ് വെർഷൻ അടക്കം OTT റിലീസായിരിക്കുന്നത്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സിനിമയ്ക്ക് 2.5 മണിക്കൂറായിരുന്നു ഡ്യൂറേഷൻ. ഇപ്പോൾ 2 മണിക്കൂർ 42 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഇതേപോലെ മറ്റൊരു തമിഴ് സിനിമയുടെ എക്സ്റ്റൻഡഡ് വെർഷൻ ഡയറക്ടേഴ്സ് കട്ട് ഇപ്പോഴത്തെ റിലീസായിരിക്കുകയാണ്. അത് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുടേതാണ്. സിനിമ നേരത്തെ OTT റിലീസ് ചെയ്തപ്പോൾ 2.5 മണിക്കൂറിൽ പരമായിരുന്നു ഡ്യൂറേഷൻ എങ്കിൽ ഇപ്പോൾ 3 മണിക്കൂർ 7 മിനിറ്റാണ് ആമസോൺ പ്രൈമിലുള്ള സിനിമയുടെ ഡ്യൂറേഷൻ. വെട്രിമാരൻ സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞ വർഷത്തിലെ മറ്റൊരു കനത്ത പരാജയമായ തമിഴ് സിനിമയായിരുന്നു. ചൽ കബഡ് എന്നൊരു ഹിന്ദി സിനിമ കൂടി ഇന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ OTT റിലീസായിരിക്കുന്നു. C5ലൂടെയാണ് ഡയറക്റ്റ് OTT ഇൻവെസ്റ്റിഗേഷൻ സിനിമ റിലീസായിരിക്കുന്നത്. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ 2 സിനിമകൾ ഇന്ന് റിലീസായിരിക്കുന്നു. അതിലൊന്ന് ശൗര്യപാദം എന്ന സിനിമയാണ്. ചിത്രം മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. മറ്റൊരു സിനിമ ഹൈ ഫോഴ്സസ് എന്ന സിനിമയാണ്. ചിത്രം ഇപ്പോൾ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യൻ ഭാഷകളിലടക്കം റിലീസായിരിക്കുകയാണ്. ഈ ആഴ്ച ഇന്ന് മനോരമ മാക്സിലൂടെ ഒരു മലയാളം സിനിമ കൂടി റിലീസായിട്ടുണ്ട്. അത് പാത്ത് എന്ന സിനിമയാണ്. ചിത്രം IFFKയിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ച ഒരു മലയാളം സിനിമയാണ്. മനോരമ മാക്സിൽ ഇപ്പോൾ ലഭ്യമാണ്. 86 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. തമിഴിൽ നിന്നും ഒരു സീരീസ് എന്ന് റിലീസായിരിക്കുന്നു. അത് ദേവിക ആൻഡ് ഡാനി എന്ന സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് ഇപ്പോഴത്തെ മലയാളം ഉൾപ്പെടെ 7 ഭാഷകളിൽ ലഭ്യമാണ്. ഒരു ഹൊറർ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് കൂടിയാണ് ദേവിക ആൻഡ് ഡാനി. ഒരു തെലുഗു സിനിമ കൂടി ഇന്ന് റിലീസായിട്ടുണ്ട്. അത് സിംഗിൾ എന്ന സിനിമയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായി എന്ന റിപ്പോർട്ടുകളുള്ള ഈ തെലുഗു സിനിമ ഇപ്പോഴത്തെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് ആമസോൺ പ്രൈമിലൂടെ ഇന്ന് OTT റിലീസായിരിക്കുന്നത്. അവസാനത്തേത് ഇന്ന് OTT റിലീസാകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലത്തെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത ബൂൽ ചുക്ക് മാഫിന്റെ അപ്ഡേറ്റ് ആണ്. ഇന്നലത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഇന്ന് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച മുന്നെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേരിടുത്ത് വിജയിച്ച സിനിമ കൂടിയാണ്. വാമിക ഗബ്ബി, രാജകുമാർ റാവു തുടങ്ങിയവർ അഭിനയിച്ച ബൂൽ ചുക്ക് മാഫ്.